ഹലോ, ടുഡേ സ്പെഷ്യൽ വരിക്കച്ചക്ക. കത്തി വെച്ച് കൊള്ളാമോ കൊള്ളൂലേ നമുക്ക് നോക്കാം. സൂപ്പർ. തൊണ്ടിൻ്റെ ഇതിനേക്കാളും നമുക്ക് പേപ്പർ വെച്ച് കറ ഒന്ന് ഇതാക്കി കൊടുക്കാം. ക്ലീനാക്കി ഇനി നമുക്കിത് കട്ട് ചെയ്യാം. നല്ല മണമുണ്ട് കേട്ടോ ഗൈസ്. അത് നിങ്ങൾക്ക് അറിയാൻ പറ്റൂല, കാരണം എനിക്ക് അറിയാൻ പറ്റൂല. സൂപ്പർ. എനിക്ക് ഈ പഴുത്ത് ഒലഞ്ഞത് ഇഷ്ടമില്ല. നല്ല ഒരു നമുക്ക് തിന്നാൻ ഇച്ചിരി പച്ചയ്ക്കായിട്ടുള്ളതാണ് ഇഷ്ടം. ഈ പരുവാണ് നല്ല ടേസ്റ്റ് കഴിക്കാൻ. നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം. പണ്ടമ്മ ചവണി ഉൾപ്പെടെ തിന്നും കേട്ടോ. ഇവിടെ ചിഞ്ചുകുഞ്ഞമ്മയുണ്ട്. ചിഞ്ചുകുഞ്ഞമ്മയും നല്ലപോലെ തിന്നും ഈ വരിക്കച്ചക്ക. ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഉള്ളവർക്ക്. ചിഞ്ചുകുഞ്ഞമ്മ എൻ്റെ അമ്മ എന്നൊക്കെ പറയണത് നാട്ടും പുറത്ത് ജീവിച്ചവരാണ്. സിറ്റി അല്ലായിരുന്നു, ഇച്ചിരി ഉള്ളിലോട്ടാണ് അവരൊക്കെ താമസിച്ചിരുന്നത്. അപ്പം അവർക്ക് ചക്കയും മാങ്ങയെന്നൊക്കെ പറയണ ഭയങ്കര ഒരു ക്രൈസാണ്. നല്ല വരിക്കച്ചക്കയാണ്. നമുക്കിതിൻ്റെ ഇത് രുചി എത്രയുണ്ടെന്ന് നോക്കാം. സ്വാഭാവികമായിട്ടും നല്ല മണം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റും കാണും. സൂപ്പർ സൂപ്പർ. അങ്ങനെ ചക്ക വെട്ടി കഴിഞ്ഞിരിക്കുകയാണ്. കയ്യിൽ എണ്ണയൊക്കെ പോയി തടവി. പിന്നെ നല്ല മധുരം എന്ന് വെച്ചാൽ നല്ല മധുരം. ഇത് ഇലയപ്പം ഒന്നും ഉണ്ടാക്കണ്ട, കാരണം സ്നാക്സ് അല്ലാതെ ഇരിപ്പുണ്ട്. ഇതും വെച്ച് അതും ഇതായി എല്ലാം പാഴായിപ്പോവും. അപ്പം മാത്രമായിട്ട് തിന്നാം. അപ്പോൾ ഓക്കെ, ബൈ.